ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്യുക, സ്ട്രെയിറ്റ് ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഹെയറിൽ ചെയ്യുമ്പോൾ നമ്മൾ പിന്നീട് അതിന് കൊടുക്കേണ്ട ആഫ്റ്റർ കെയർ, പിന്നീട് എങ്ങനെ നമ്മുടെ പിന്നീട് നമുക്ക് ഹെയർ ഫോൾ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെങ്ങനെ കുറയ്ക്കാം, ഇനി ഹെയർ ഫോൾ ഉണ്ടാവാതിരിക്കാനുള്ള മാർഗ്ഗങ്ങൾ, അതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ആദ്യം തന്നെ പറയട്ടെ, നമ്മൾ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിരുന്നാലും സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നാലും 2-3 ദിവസത്തേക്ക് ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല. അപ്പം നമ്മൾ ആദ്യം ഹെയർ ബ്ലോ ഡ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഒരു 3 ദിവസത്തേക്ക് നമുക്ക് ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല. അത് ഓൾറെഡി അവർ നമ്മളോട് സജസ്റ്റ് ചെയ്യും. 3 ദിവസത്തേക്ക് ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ 2 ദിവസം, അല്ലെങ്കിൽ 3 ദിവസം. ഇപ്പോൾ ഒന്നി 2 ദിവസത്തിനുള്ളിൽ ചെയ്യുക, അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ, മാക്സിമം പോയാൽ 3 ദിവസം. അതിനുള്ളിൽ ഹെയർ വാഷ് മസ്റ്റായിട്ടും ചെയ്തിരിക്കണം. അത് നമ്മൾ ഏത് പാർലറിലാണോ പോയി ചെയ്തത് ആ പാർലറിൽ തന്നെ പോയി ചെയ്യുക ഈ ഹെയർ വാഷ്, ഫസ്റ്റ് ഹെയർ വാഷ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 1 വീക്കിനുള്ളിൽ ഹെയറിനൊരു സ്പാ കൊടുക്കണം. അത് ബ്ലോ ഡ്രൈ ചെയ്താലും സ്ട്രെയിറ്റ് ചെയ്താലും 1 വീക്കിനുള്ളിൽ ഹെയറിന് നമുക്കൊരു സ്പാ കൊടുക്കാം. സ്പാ മെയിനായിട്ടും കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെയർ അധികം ഡാമേജ് ആവാതിരിക്കാനും ഹെയർ ഫോൾസ് ഉണ്ടാവാതിരിക്കാനൊക്കെ വേണ്ടി, ആ റൂട്ടൊന്ന് ബലപ്പെടുത്താനൊക്കെ വേണ്ടിയിട്ടാണ് അവർ സ്പാ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെയർ വാഷ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവർ നമുക്കൊരു ഷാമ്പൂവും കണ്ടീഷണറും സജസ്റ്റ് ചെയ്യും. അതപ്പം മാക്സിമം നമ്മൾ അവർ പറയുന്നത് തന്നെ വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം അവർ ഏത് കമ്പനിയുടെ ഷാമ്പൂവും ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റ് ഇട്ടാണോ നമ്മുടെ ഹെയർ സ്ട്രെയിറ്റ് ആയിരുന്നാലും ബ്ലോ ഡ്രൈ ആയിരുന്നാലും ചെയ്തിരിക്കുന്നത്, അതേ കമ്പനിയുടെ തന്നെ ഷാമ്പൂവും കണ്ടീഷണറും ആയിരിക്കും അവരാദ്യം തന്നെ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഏത് കമ്പനിയുടെ ഷാമ്പൂവും കണ്ടീഷണറും ആണോ നമുക്ക് അവർ സജസ്റ്റ് ചെയ്യുന്നത് അത് തന്നെ ആദ്യം മേടിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തുള്ളൂ ഇപ്പോൾ ഏത് കമ്പനിയുടെ പ്രൊഡക്റ്റാണ് അവർ നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്തിരിക്കുന്നതെന്ന്. മാക്സിമം ആ ഒരു പ്രൊഡക്റ്റ് ഇട്ട് തന്നെ ആദ്യം നമ്മൾ പിന്നീട് നമുക്ക് ഹെയർ വാഷൊക്കെ ചെയ്യാം. കാരണം പിന്നെ നമ്മുടേതായിട്ടുള്ള ഒരു ഇഷ്ടത്തിന് വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹെയർ ഫോൾസ് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. മാക്സിമം ഒരു 3 മാസമെങ്കിലും അവർ പറയുന്ന ഷാമ്പൂവും കണ്ടീഷണറും തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മെയിനായിട്ടുള്ളത് മന്ത്ലി ഒരു തവണ ഹെയർ സ്പാ, അത് ഏത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത ഹെയർ ആണെങ്കിലും മന്ത്ലി ഒരു ഹെയർ സ്പാ എങ്കിലും ചെയ്തു കൊടുക്കണം. അത് നമ്മുടെ ഹെയറിൻ്റെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഹെയർ ഫോൾസ് ഒന്നും ഉണ്ടാവാതിരിക്കാനും. പിന്നീട് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് ഒരുപാട് പേര് പറയുന്നത് കേട്ടിട്ടുണ്ട്, പിന്നീട് ഭയങ്കര ഹെയർ ഫോൾസ് ആയിരിക്കും, ഹെയർ നല്ല രീതിയിൽ പൊട്ടിപ്പോകുന്നുണ്ട്, പൊടിഞ്ഞു പോകുന്നുണ്ട്, ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് ഒക്കെ ഒരുപാട് കേൾക്കുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാ മാസവും മസ്റ്റായിട്ട് നമ്മളൊരു ഹെയർ സ്പാ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഹെയർ ഫോൾ അധികം ഉണ്ടാവാതിരിക്കാനും ഹെയറിന് കുറച്ചും കൂടെ ഗ്രോത്ത് കിട്ടാനും വേണ്ടിയിട്ടാണ് അവർ ഹെയർ സ്പാ സജസ്റ്റ് ചെയ്യുന്നത്, ഹെയർ ഡാമേജ് ആയി പോവാതിരിക്കാനും കൂടെ. അപ്പം നമ്മളത് മസ്റ്റായിട്ടും ചെയ്ത് കൊടുക്കുക. ഹെയർ സ്പാ ഒരെണ്ണം മസ്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ മാസവും ചെയ്ത് കൊടുക്കുക, അത് മുടങ്ങാതെ ചെയ്ത് കൊടുക്കുക. പിന്നീടുള്ള കാര്യം, നമ്മൾ ഹെയർ നന്നായിട്ട് സൂക്ഷിക്കുക. അതിന് മുമ്പ് ഇപ്പം പഴയ ഹെയർ ആയിരിക്കാം, നമ്മൾ കെയർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ തന്നെ ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹെയറിന് കുറച്ചും കൂടെ കെയറിങ് നമ്മൾ കൊടുക്കണം. അത് ആവശ്യമാണ്. ഒരു കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹെയർ കുറച്ചുകൂടെ നന്നായിട്ട് കെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പം അധികം ഹെയർ ഫോൾസ് ഉണ്ടാവുകയോ ഈ പറയുന്ന പോലെ ഹെയർ പൊട്ടിപ്പോവുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അത് ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറേയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ചിലർക്ക് നല്ല രീതിയിലുണ്ടാകുമായിരിക്കും. നമ്മളൊന്ന് ഹെയർ കോംബ് ചെയ്ത് കഴിയുമ്പം തന്നെ ഫുള്ള് ഹെയർ ഇങ്ങനെ പോവും, ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് ചിലർക്കൊക്കെ. ഇപ്പം എല്ലാവർക്കും ഒരുപോലല്ല. ഞാൻ ഈ ഒരു രീതിയിലൊക്കെയാണ് അന്ന് ഞാൻ ഹെയർ ബ്ലോ ഡ്രൈ ചെയ്തിട്ട് ഇപ്പം 4 മാസത്തോളമായി. അതിനുശേഷം അവർ പറഞ്ഞ അതേ രീതിക്കാണ് ഞാൻ ഹെയർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ ആ ഒരു അനുഭവമാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാരണം അവർ പറഞ്ഞ ആ രീതിക്ക് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഈ 3 മാസം കഴിയുമ്പോൾ നമുക്ക് ഇപ്പം അവർ പാർലറുകാർ ഓൾറെഡി നമുക്ക് കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും സജസ്റ്റ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് ഒരു 3 മാസമെങ്കിലും അവർ പറയുന്നത് യൂസ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മുടെ ഹെയറിന് സൂട്ടബിളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഷാമ്പൂവും കണ്ടീഷണറും നമ്മുടെ ഹെയറിന് സൂട്ടബിളായിട്ടുള്ള ഒരെണ്ണം നമുക്ക് സജസ്റ്റ് ചെയ്യാം. പിന്നെ മെയിനായിട്ടുള്ളത് ഹെയർ ഓയിലാണ്. ഹെയർ ഓയിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ചെയ്താലും ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞിരുന്നാലും ഹെയർ ഓയിലിംഗ് ഒരു 1 മന്ത് കഴിയുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാം. 1 മന്ത് കഴിയുമ്പോൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. അവർ 3 മന്ത് എന്നൊക്കെ പറയും, പക്ഷേ 1 മന്ത് കഴിഞ്ഞ് ഹെയർ ഓയിലിംഗ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. നമ്മുടെ ഹെയർ പിന്നീട് നമുക്ക് വേണമെങ്കിൽ, അതായത് പിന്നീട് നമുക്ക് ഗ്രോത്തായിട്ട് പഴയ ഒരു രീതിക്ക് വളർന്ന് വരണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു 1 മന്ത് കഴിയുമ്പോഴെങ്കിലും ഹെയർ ഓയിൽ ചെയ്ത് കൊടുക്കണം. ഇപ്പം വലിയ വലിയ കമ്പനികളൊക്കെ ഒരുപാട് ഹെയർ ഓയിൽസ് ഇറക്കുന്നുണ്ട്. നമുക്കത് നമ്മുടെ ഹെയറിന് സൂട്ടായിട്ടുള്ള ഒരു നല്ലൊരു ഹെയർ ഓയിൽ ഒരു 1 മന്ത് കഴിയുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. 1 മന്തിനുള്ളിൽ ചെയ്യാൻ പാടില്ല. ഒരു 1 മന്ത് കഴിയുമ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. സാധാ നോർമൽ രീതിയിൽ ഇപ്പോൾ മാക്സിമം പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആഴ്ചയിൽ 2 തവണയെ ഹെയർ വാഷ് ചെയ്യാൻ പാടുള്ളൂ. ആ ഒരു സമയത്ത് നമുക്ക് ഹെയർ ഓയിലിംഗ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്യാം. അതുപോലെ മെയിനായിട്ട് ഹെയർ വാഷ്, പിന്നീട് നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ കൂടിപ്പോയാൽ ആഴ്ചയിൽ 1 തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ, ഇതിൽ കൂടുതൽ ഹെയർ വാഷ് ചെയ്യാനേ പാടില്ല. അത് നമ്മുടെ ഹെയറിനെ കൂടുതൽ ഡാമേജ് ആക്കുമായിരിക്കും ചെയ്യുന്നത്. ഹെയർ ഫോൾ കൂടാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഹെയർ കൂടുതൽ ഡ്രൈ ആയി പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ മാക്സിമം ആഴ്ചയിൽ 1 തവണ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണ മാത്രം ഹെയർ വാഷ് ചെയ്യുക. അതുപോലെ തന്നെ സ്കാൽപ്പ് നല്ല രീതിയിൽ ഡാൻഡ്രഫും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ മാക്സിമം ക്ലീനാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളാണ് മെയിനായിട്ട്. എല്ലാ മാസവും സ്പാ ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഹെയർ ഫോളും കാര്യങ്ങളൊന്നും ഉണ്ടാവത്തില്ല. പിന്നെ എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്തു കഴിയുമ്പോൾ നല്ല രീതിയിൽ ഹെയർ കെയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനത്തെ ഹെയർ കെയറിങ് ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അധികം ഹെയർ ഫോൾ ഉണ്ടാവാതെയും പിന്നെ ഹെയർ അധികം പൊട്ടിപ്പോകാതെയൊക്കെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഹെയറിൻ്റെ പിന്നീടുള്ള ഗ്രോത്തിനായിരുന്നാലും ഒക്കെ നമ്മുടെ ഹെയർ കെയർ ചെയ്യുന്നത് പോലെ ആയിരിക്കും പിന്നീടുള്ള നമ്മുടെ ഹെയറിൻ്റെ ഇത്. പിന്നീട് നമ്മളെങ്ങനെ ഈ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നീട് എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും പിന്നീടുള്ള നമ്മുടെ ഹെയറിൻ്റെ കണ്ടീഷൻ കുറച്ചും കൂടി നല്ല രീതിക്ക് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നേരത്തെ ഇപ്പോൾ വെർജിൻ ഹെയർ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ കെയർ ചെയ്യുന്നതിലും കൂടുതൽ കുറച്ച് നന്നായിട്ട് കെയർ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതുപോലത്തെ ചെറിയ ടിപ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും കുറേ കൂടി നമുക്ക് ഇങ്ങനത്തെ ഹെയർ ഫോൾസും ഡാമേജും ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. അധികമൊന്നും ഉണ്ടാവാതെയും, ഇപ്പോൾ ഉള്ളവർക്ക് അധികം ഉണ്ടാവാതെയും പിന്നെ ഹെയർ ഫോൾസ് ഒരുപാടുള്ളവർക്ക് കുറയ്ക്കാനും ഇനി വരാതെയൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ചിലർക്ക് എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ചിലർക്ക് ഉണ്ടാവും. എന്നിരുന്നാലും നമ്മൾ മാക്സിമം ഇങ്ങനെയുള്ള ടിപ്സുകളും കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസൊക്കെ അപ്പം തന്നെ അപ്ഡേറ്റഡ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ബൈ.